നമസ്കാരം. വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 രാജകുമാർ 3-ാം അധ്യായത്തിൽ നീതിമാനായ സോളമൻ രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോക ജീവിതത്തിൽ നീതിയും നിയമവും നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും മുമ്പിൽ സോളമൻ രാജാവിന്റെ ഒരു ബുദ്ധികരമായ ന്യായവിധിയെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോളമൻ രാജാവിന് വന്ദനം. രാജസന്നിധിയിൽ സങ്കടം ഉണർത്തിക്കാനായി 2 സ്ത്രീകൾ കാത്തു നിൽക്കുന്നു. ഇന്നലെ രാത്രി ഇവളുടെ കുഞ്ഞിന്റെ മുകളിൽ കടന്ന് ആ കുഞ്ഞ് മരിച്ചുപോയി. എന്നിട്ട് ഇന്ന് രാവിലെ ആ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കിടത്തിയിട്ട് എൻ്റെ ജീവനുള്ള കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി. അല്ലേ ജോനെ, ഇവൾ പറഞ്ഞത് നുണയാണ്. ഇതെന്റെ കുഞ്ഞാണ്. ഇവളുടെ കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ എൻ്റെ കുഞ്ഞിനെ തരികയില്ല. അല്ലേ ജുമനെ, ഇവൾ പറഞ്ഞത് നുണയാണ്. എൻ്റെ കുഞ്ഞിനെ തിരികെ കനിവുണ്ടാവുമേ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ വേണം. ഞാൻ തരില്ല. ഇതെന്റെ കുഞ്ഞാണ്. ഞാൻ ഈ കുഞ്ഞിനെ വിട്ടു തരികയില്ല. ആരവിടെ? ഒരു വാൾ കൊണ്ടുവരൂ. ഈ 2 സ്ത്രീകൾ ഒരു കുഞ്ഞിനായി അവകാശവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എത്രയും വേഗം ഒരു വാളും കൊണ്ട് വെട്ടി 2 വിഭജിച്ച് ഓരോ ഭാഗം 2 പേർക്കും കൊടുക്കുക. നീതി നടപ്പാക്കട്ടെ. യജമാനെ, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്. എൻ്റെ കുഞ്ഞിനെ ജീവനോടെ അവൾക്ക് വിട്ടു കൊടുക്കുക. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഇരുന്നാൽ മതി. എത്ര കാലം വേണം എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുഞ്ഞിനെ മുറിക്കരുത്, വെട്ടി മുറിക്കരുത്. കണ്ട യജമാനെ, അവൾ വാക്കുമാറ്റുന്നത്. അവൾ വാക്കുമാറ്റുന്നത്. ഈ കുഞ്ഞിനെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട. ഇതാ യജമാനെ, ഈ കുഞ്ഞിനെ എത്രയും വേഗം വിഭജിച്ചു കൊടുക്കുക. അതിൽ നിന്നും ഒരു ഭാഗം എനിക്ക് തന്നാൽ മതി. ഭൃത്യ, ഈ കുഞ്ഞിനെ എടുത്ത് ആദ്യ സ്ത്രീക്ക് കൊടുക്കുക. അവളാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. യജമാനെ, അതങ്ങനെ സാധിക്കും. ഇവൾ പറയുന്നത് നുണയാണെന്ന് അങ്ങേക്ക് അറിയാമെന്നിട്ടും എന്തിനാണ് അവൾക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാമെന്ന് അനുവദിക്കുന്നത്? ഒരു പെറ്റമ്മ ഒരിക്കലും അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഇവൾ അവളുടെ കുഞ്ഞിനെ ജീവിക്കാൻ വേണ്ടി നിനക്ക് വിട്ടു തരികയായിരുന്നു. എന്നാൽ നീ ഒരു മടി പോലും കൂടാതെ ആ കുഞ്ഞിനെ കൊല്ലാൻ അനുവദിക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം.